സദാചാരവും മൂല്യങ്ങളും ശക്തമായി പ്രസംഗിക്കുന്നവർ സ്വന്തം ജീവിതത്തിൽ അതിന് വിരുദ്ധമായി പെരുമാറുമ്പോൾ വിശ്വാസം തകരുന്നത് വളരെ വേഗത്തിലാണ്. ഈ വിശ്വാസത്തിന് മേലിലാണ് മോട്ടിവേഷണൽ സ്പീക്കർമാരും ചാരിറ്റി പ്രവർത്തകരുമായി സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത നേടിയ ഫിലോകാലിയ ഫൗണ്ടേഷന്റെ നടത്തിപ്പുകാരായ മാരിയോ ജോസഫും ഭാര്യ ജിജിയും ശ്രദ്ധിക്കപ്പെട്ടത്. സുവിശേഷ പ്രസംഗം, സാമൂഹിക സേവനം, ചാരിറ്റി പ്രവർത്തനം തുടങ്ങിയവയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസം നേടിയ ദമ്പതികൾ പിന്നീട് തമ്മിലുള്ള വഴക്കുകളും ബഹളങ്ങളും പോലീസ് കേസുകളും കാരണം വാർത്തകളിൽ നിറഞ്ഞു. ഇതോടെ അവർ പ്രസംഗിച്ച മൂല്യങ്ങളോടുള്ള വിശ്വാസത്തിന് വലിയ കോട്ടം സംഭവിച്ചു. പ്രത്യേകിച്ച് സദാചാരവും നൈതികതയും കൂടുതലായി സംസാരിച്ചിരുന്ന ജിജിക്കാണ് കൂടുതൽ വിമർശനവും വിശ്വാസനഷ്ടവും നേരിടേണ്ടി വന്നത്. ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുന്ന സാഹചര്യമുണ്ടായി. കൂടാതെ കോടതി ഉത്തരവ് അനുസരിച്ച് മാരിയോ ജോസഫിന് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പോലും വിലക്ക് ഏർപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഫിലോകാലിയ ഫൗണ്ടേഷന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഫൗണ്ടേഷന്റെ പണം ചെലവഴിക്കണമെങ്കിൽ ഇരുവരുടെയും ഒപ്പ് ആവശ്യമായതിനാൽ മാരിയോയ്ക്ക് നിയമപരമായി ഇടപെടാൻ കഴിയാത്ത സ്ഥിതി രൂപപ്പെട്ടു. അതിനിടയിൽ ജിജി ഫൗണ്ടേഷന് വേണ്ടി വീണ്ടും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ, ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടക്കുന്നില്ലെന്ന് തെളിയിക്കൂ എന്നാവശ്യപ്പെട്ട് പൊതുജനം സംഭാവന നൽകുന്നത് നിരസിച്ചു. ഇതിനുശേഷമാണ് സൗജന്യ പണപ്പിരിവിന് പകരം സ്വന്തം അധ്വാനത്തിലൂടെ പണം കണ്ടെത്താനായി ജിജി കണ്ണിമാങ്ങ അച്ചാർ വിൽപ്പന ആരംഭിച്ചത്. 250 ഗ്രാമിന് 150 രൂപയും 500 ഗ്രാമിന് 300 രൂപയും എന്ന വിലയിൽ അച്ചാർ വിൽപ്പന നടത്തി. അതിൽ നിന്നുള്ള പണം ചാരിറ്റി പ്രവർത്തനം ഉപയോഗിക്കുമെന്നായിരുന്നു അവകാശവാദം. അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഈ മനോഭാവത്തെ അഭിനന്ദിച്ചുകൊണ്ട് പലരും അനുകൂലമായി പ്രതികരിച്ചു. എന്നാൽ പിന്നീട് ഈ അച്ചാർ വിൽപ്പനയുമായി ബന്ധപ്പെട്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. ജിജി തന്റെ അനുമതി കൂടാതെ തന്റെ പേരിലുള്ള ഫുഡ് സേഫ്റ്റി ലൈസൻസും ഫിലോകാലിയ ഫുഡ് പ്രോജക്ട് എന്ന ബ്രാൻഡും ഉപയോഗിച്ച് നിയമവിരുദ്ധമായി അച്ചാർ നിർമ്മിച്ചു വിൽക്കുന്നു എന്നാണ് മാരിയോ ജോസഫ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ ലൈസൻസ് മാരിയോയുടെ പേരിലായതിനാൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിയമപരമായ ഉത്തരവാദിത്തം തനിക്കായിരിക്കുമെന്നും അത് തന്നെ ജയിലിലാക്കാനുള്ള ബോധപൂർവമായ നീക്കമാണെന്നും മാരിയോ ആരോപിക്കുന്നുണ്ട്. പരാതിയിൽ പറയുന്നതനുസരിച്ച് അച്ചാറുകളിൽ മാനുഫാക്ചറിംഗ് ഡേറ്റോ എക്സ്പയറി ഡേറ്റോ ഇല്ല. ചിലത് നേരത്തെ ഉണ്ടാക്കി വെച്ചതും കാലഹരണപ്പെട്ടതുമാകാം. ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഗുരുതര ഭീഷണിയാണെന്നും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ഉൾപ്പെടെയുള്ള നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്നും മാരിയോ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ ബ്രാൻഡ് നാമവും ലേബലും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് മോഷണത്തിനും വിശ്വാസവഞ്ചനയ്ക്കും തുല്യമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും അനധികൃത ഉൽപാദനവും വിൽപ്പനയും ഉടൻ നിർത്തിക്കുകയും കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും വേണമെന്ന് മാരിയോ ആവശ്യപ്പെട്ടു. ചാരിറ്റിയുടെ പേരിലായാലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ന്യായീകരിക്കാനാവില്ല എന്നതാണ് ഈ വിഷയത്തിന്റെ കേന്ദ്ര സന്ദേശം. അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ശ്രമം അഭിനന്ദാർഹമാണ്. എന്നാൽ അത് നിയമപരവും സുതാര്യവുമായിരിക്കണം. അല്ലാത്ത പക്ഷം അത് വ്യക്തികൾക്കും പൊതുജനങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യവും നിയമപരവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് ഈ വിവാദം സമൂഹത്തിന് മുന്നിൽ നിലകൊള്ളുന്നത്.